നമ്മുടെ വിക്രമാഷ് എവിടെയാ നമ്മുടെ കലാകാരനാണ്. അപ്പം മുഴുവൻ പേരെങ്ങനെയാ? വിക്രമൻ KRK വെള്ളറട. വിക്രമൻ KRK പണ്ട് KRK അല്ലേ? KRK ട്രാൻസ്പോർട്ടോ KRK മോട്ടോഴ്സ് ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? KMK ആണ്. വിക്രമൻ KRK അല്ലേ? KRK വെള്ളറട ഇതാണ് വീട്. എന്താണ്, നാടൻ പാട്ടാണോ കവിതയാണോ? കവിതയും ഗാനങ്ങൾ എഴുതും, ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കവിതയാണ്, എൻ്റെ ഒരു കവിതയാണ് ഇവിടെ. സ്വന്തമായിട്ട് എഴുതിയ കവിതയാണ്. അപ്പൊ നോക്കൂ, ഞങ്ങൾ വിചാരിച്ചു കൊല്ലത്ത് പോകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അഷ്ടമുടി പോകുമ്പോൾ മാത്രമേ കലാകാരൻ, ഒരാളെ തൊട്ട കലാകാരൻ അഷ്ടമുടിയിൽ. അതേപോലെ ഇവിടെയും ഉണ്ട് കലാകാരന്മാർ അല്ലേ? മുരുകൻ കാട്ടാക്കടയുടെ നാടാണ്. അതെ, അരുവിക്കര അടക്കം. ശരി, നമുക്ക് ആവാം. നമസ്കാരം എല്ലാവർക്കും. ഞാനൊരു കുഞ്ഞു കവിതയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ചക്കക്കുരു എന്നാണ് കവിതയുടെ പേര്. ചക്കക്കുരു. അതെ സാർ. ഒരു പ്ലാമര ഉയരത്തിൽ ഒരു കൊച്ചു കൊമ്പിലായി ഒരു ചെറു ചക്ക പഴുത്തിരുന്നു. കയറിപ്പറിക്കാൻ എനിക്കു കഴിയില്ല, വിശന്നു വലഞ്ഞിട്ടു വയ്യതാനും. ഒരു പ്ലാമര ഉയരത്തിൽ ഒരു കൊച്ചു കൊമ്പിലായി ഒരു ചെറു ചക്ക പഴുത്തിരുന്നു. കയറിപ്പറിക്കാൻ എനിക്കു കഴിയില്ല, വിശന്നു വലഞ്ഞിട്ടു വയ്യതാനും. ചക്കപ്പഴമില്ലേ ചക്കക്കുരുവിനായി മേൽപോട്ടു നോക്കി ഞാൻ നോക്കി നിൽക്കേ. ചക്കപ്പഴമില്ലേ ചക്കക്കുരുവിനായി മേൽപോട്ടു നോക്കി ഞാൻ നോക്കി നിൽക്കേ. എൻ ഭാഗ്യം കൊണ്ടാവാം ഒരു നല്ല കാക്ക പറന്നു മരക്കൊമ്പിൽ വന്നിരുന്നു. കൂർപ്പുള്ള ചുണ്ടിനായി ചക്കപ്പഴത്തിലായി ആഞ്ഞുകൊത്തിക്കുരു താഴെയിട്ടു. കൂർപ്പുള്ള ചുണ്ടിനായി ചക്കപ്പഴത്തിലായി ആഞ്ഞുകൊത്തിക്കുരു താഴെയിട്ടു. ആർത്തിയോടെ ഞാൻ ഓരോ കുരുവും പെറുക്കി പൊതിഞ്ഞു മടിയിലാക്കി. അടുപ്പിന്റെ ഉള്ളിലായി തീക്കനൽ കൂട്ടി ഞാൻ ഓരോ കുരുവിനെ ചുട്ടെടുത്തു. ചുട്ട കുരു തിന്നു ആ നല്ലൊരു ദിനം കഴിച്ചു ഞാൻ മെല്ലയോ ചാഞ്ഞുറങ്ങി. ചക്കക്കുരു ചുട്ട് തിന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മള്? പ്രത്യേകിച്ച് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ചക്കക്കുരു ചുട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലേ? അതിങ്ങനെ ആ കനലിലോട്ടിട്ട് അത് കനലൊക്കെ പുകയൊക്കെ അങ്ങോട്ട് കളഞ്ഞ് വായിലോട്ട് അങ്ങോട്ട് ടക്ക് എന്ന് പറഞ്ഞൊരു കടി കടിക്കും ആ മഴയത്ത് ആ ചക്കക്കുരു ചുട്ട് തിന്നാൻ. ഈ ചക്കക്കുരു ഒരു പ്രതീകാത്മക പാട്ടാണോ? ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രാഷ്ട്രീയം പോലെ തോന്നി. അതായത് ചക്കക്കുരു, ഒരു ചക്കയുണ്ട്, ആ ചക്ക കിട്ടുമെന്ന് കാത്ത ആൾക്കാരുണ്ട്, ഒരു കാക്ക വന്ന് കൊത്തിയിട്ടു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാക്ക എന്തുവാ? ഞാനൊരു അനുഭവം കണ്ടിട്ട് എഴുതിയാണ് ഈ കഥ. അതായത് ഞാനൊരാളിങ്ങനെ പട്ടിണി ഇങ്ങനെ ഒരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു, മുകളിൽ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞ കയറി എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു അവർക്ക് വന്നപ്പോൾ അയാൾ ആ കുരു കൊത്തി കാക്കയിട്ട് ചുട്ടു തിന്നു.